ഹായ് ഗൈസ്, അങ്ങനെ നാട്ടിലെ കൂട്ടം നാട്ടിലെ വള്ളി എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലെ എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇന്നത്തെ വിഷയം? എന്താണ് പറയൂ. എന്താണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്? എന്താണ് ഇപ്പോൾ ഇന്ത്യ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാഷിറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം പ്ലീസ്. അലന് തീരെ അറിവില്ലായ്മ കൊണ്ടാണ് അലൻ എനിക്കത് ഇങ്ങോട്ട് തന്നതെന്ന് മനസ്സിലായി. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത രീതി ഒരുപാട് മാറിപ്പോയി അല്ലേ? ഇന്ത്യയിലെ ജീവിത രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ മാർക്കറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പറയാതിരിക്കാൻ കഴിയില്ലെങ്കിൽ നീ അതിനെ കുറിച്ച് പറയൂ, ഞങ്ങളിത് കേൾക്കാം. വിപണിയെ പറ്റിയാണെങ്കിൽ അത് ഹാഷിർ തന്നെ പറയട്ടെ. ഇന്ത്യൻ മാർക്കറ്റിങ്ങിൽ ഉണ്ടായ ഒരുപാട് ഇടിവുകളുണ്ട്. മറ്റേ ഒരു കാളയുടെ പടമുള്ള അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര പരിപാടിയാണ് അതൊക്കെ. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് സുലഭിതമാണ്, ആർക്ക് വേണമെങ്കിലും വന്ന് കച്ചവടം നടത്താം. അങ്ങനെ എല്ലാവർക്കും കച്ചവടം നടത്താൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റ് ഉള്ളത് മോശമല്ലേ? ഗൂഗിൾ അടിച്ച് നോക്കൂ, അതിലും കറക്റ്റ് മറുപടി കിട്ടും. ഗൂഗിളിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഗൂഗിളിൽ എന്തൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്? ഞാൻ ഹൗ ടു ഈസിലി സെറ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ട്. അത് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണോ ഗേൾ ഫ്രണ്ട് എന്നാണോ അടിച്ചു നോക്കിയത്? ഫുള്ളി ബെസ്റ്റ് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത് ഹൗ ടു ഏൺ ഈസിലി മണി. എന്നിട്ട് ഗൂഗിൾ എന്ത് പറഞ്ഞു? മോഷ്ടിക്കാൻ പറഞ്ഞു. മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ ലൈഫിൽ മോഷ്ടിച്ചിട്ടുണ്ടോ? സം ഇയേഴ്സ് എഗോ എന്റെ ആന്റിയും പുള്ളരും വന്നപ്പോൾ എന്റെ ആന്റിയുടെ കുലിച്ചെടുത്തോണ്ട് ഞാൻ വിറ്റു. സോ ഫണ്ണി ആയിരുന്നു അത്. ഞാൻ ആന്റി ഇപ്പോഴും അത് ആലോചിച്ച് കരയുന്നുണ്ട്, ആരാണ് കൊണ്ടുപോയെന്ന്. ഞാൻ കുമാർ മാമയുടെ കടയിലെ ബജിയിൽ നിന്ന് മാവ് മാറ്റി മുട്ട മാത്രം എടുത്തോണ്ട് ഓടിയിട്ടുണ്ട്. അതൊക്കെ എന്റെ കുട്ടിക്കാലങ്ങളിലെ ഓരോ കുസൃതികൾ. ഈ വികൃതി നടന്നിട്ട് ഒരു മാസമല്ലേ ആവുന്നുള്ളൂ, അവിടെയാണോ കുട്ടിത്താം? അലൻ എന്തോ പറയാനുണ്ടെന്ന് നമുക്ക് അത് കേൾക്കാം. എന്റെ ഫസ്റ്റ് മോഷണ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നല്ല ഇടി കിട്ടി. അതുകൊണ്ട് ഞാൻ മോഷ്ടിക്കാറില്ല, മോഷ്ടിച്ചിട്ടുമില്ല. ദേ കണ്ടില്ലേ, എന്റെ ഈ കൈ വലുതായിട്ട് അങ്ങനെ പൊങ്ങില്ല, അന്ന് ഇടി കിട്ടി തളർന്നു പോയതാ. ഈ തളർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ദുബായിലേക്ക് എന്ത് ചൂടാണ്. വൻ ചൂടാണ് ദുബായിൽ അടിക്കുന്നത്. അവിടെ ഗ്യാസ് ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ബിക്കോസ് അത്രയും ചൂടാണ് അവിടെ. അവിടെ റോഡിലേക്ക് ഇറങ്ങി ഓംലെറ്റ് അടിച്ചു കളയും. അവർ അത്രയ്ക്കും കൊതിയന്മാരാണോ? കൊതിയല്ല, അവ ഉദ്ദേശിച്ചത് ആ ചൂടിന്റെ തീവ്രതയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ്. ദുബായിൽ എന്നാ റിയൽ എസ്റ്റേറ്റ്? ദുബായിൽ എവിടെയാണ് എസ്റ്റേറ്റ്? പണ്ട് കാലങ്ങളിൽ ഈ എസ്റ്റേറ്റിലല്ലേ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കോൺസ്പിറൻസി തിയറി. അത് കോൺസ്പിറസി തിയറി. കോൺസ്പിറൻസി തിയറിയാണ്. ഇതിനെ കുറിച്ച് നീ പറഞ്ഞേ പറ്റൂ അലൻ. അത് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അതിനെ പറ്റി പറയാൻ പറ്റുമല്ലോ. എന്താണ് ഈ പറഞ്ഞ കോൺസ്പിറസി തിയറി? അങ്ങനെയൊക്കെ ചോദിച്ചാ കോൺഫറൻസ്. അലൻ കോൺഫറൻസ് അല്ല, കോൺസ്പിറസി തിയറി. അതിനെ പറ്റി പറഞ്ഞേ പറ്റൂ. നീ അത് ഇപ്പൊ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. പോഡ്കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, കേരളത്തിൽ എന്ത് തരം പോഡ്കാസ്റ്റ് ആണ് ഈ നടക്കുന്നത്? വെറുതെ കയറി ഇന്ന് കസേര ഇരുന്നിട്ട് മീറ്ററോൾ എടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഇന്ന് താളം വിടല് തന്നെ, നമ്മളെ പോലെ അല്ലേ? ഇതിലും ഒരു കോൺസ്പിറൻസി തിയറി ഞാൻ കാണുന്നുണ്ട്. ഈ തൊട്ടനും പിടിച്ചതിനൊക്കെ ഈ തിയറിയുടെ കാര്യം എടുത്തിടേണ്ട കാര്യമില്ല മിസ്റ്റർ വിനായക്. ആശുപത്രിയിലോട്ട് പോവാം നമുക്ക്. കേരളത്തിലെ പോഡ്കാസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കേരളീയ തനിമയും മലയാളിത്വവും ധൃതണ്ടാർന്നവും കുപ്രസിദ്ധവുമായ ലവലോകവുമായ ലൗകിക ജീവിതത്തിൽ നിന്നും ആയിന്നിറങ്ങിക്കൊണ്ടാവണം അതിന്റെ ഒരു ഉത്കണ്ഠം അല്ലേ? പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ സമയം തോന്നുന്നു അല്ലേ ആശിർ? അതെ അതെ, ഹാഷിർ എന്തോ നല്ല രീതിക്ക് എന്തോ പറയുന്നു. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. നീ ഇടയ്ക്കിടയ്ക്ക് എന്തോന്ന് തിയറി പറയുന്ന? അത് ഈ പോഡ്കാസ്റ്റിന്റെ ഇടയിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള തിയറിയാണത്. വൻ തിയറിയാണത്. നിയന്ത്രണം ഇറക്കല്ല, സംസ്കൃതമാ പറഞ്ഞ. നീയൊക്കെ ഒന്നും അറിഞ്ഞൂടെങ്കിൽ എന്റെ അടുത്തൊന്നും ചോദിക്കാൻ പറയുന്നത് എന്തിനാണ്? പോഡ്കാസ്റ്റിന്റെ സ്പെല്ലിംഗ് പോലും എനിക്ക് അറിഞ്ഞൂടാ. മുമ്പേ ഉള്ളതാണ് ഈ ക്യാമറ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു പൊട്ടനാക്കല്. ഞാൻ ഒരു മണ്ടനായോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ നീ ഇത്തിരി പക്ക പോഡ്കാസ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. ഞാൻ പോണേട്ടാ, അപ്പൊ നാളെ കാണാം. ശരി. ഹാഷിർ, ഗൂഗിളിൽ നിന്ന് പോഡ്കാസ്റ്റിന്റെ സ്പെല്ലിംഗ് എനിക്കൊന്ന് അഴിച്ചു തരണേ. ഓക്കെ.